നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഹങ്കളക്ക് അടുത്ത് ശിവപുരയിൽ നമ്മുടെ സുഹൃത്ത് റഹീമിന്റെ കൃഷിയിടത്തിൽ. സമ്മതേ, ഇവിടെ ഇപ്പോ ഓരോരോ കൃഷിക്ക് അനുസരിച്ചിട്ടാണ് സർക്കാർ സപ്പോർട്ട്. ഇപ്പൊ ഇവിടെ ചോളാണെങ്കിൽ ചോളം സർക്കാരിനെ തിരിച്ചു കൊടുക്കും, നമ്മുടെ നാട്ടിൽ നെല്ല് സംഭരിക്കണ പോലെ. അതേപോലെ മൾബറി, ഇവിടെ കർണാടക ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് സെറികൾച്ചർ. അതിന് നമുക്ക് വേണ്ട ഏകദേശം ഇപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു ഷെഡാണ് പണിയണമെങ്കിൽ ഈ ഷെഡിന് ഒരു 2 ലക്ഷം രൂപ നമുക്ക് സബ്സിഡി തരും. അത് നമ്മൾ പ്ലാന്റ് ചെയ്തത് മുതൽ അതിന് ഉദ്യോഗസ്ഥർ നമ്മളടുത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. പിന്നെ പ്ലാന്റ് ചെയ്യാൻ ഒരു തൈക്ക് എത്ര 6 രൂപ എന്തോ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഗുണം, കർണാടകയിൽ ഞാൻ കണ്ട ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്സിഡി കൃത്യമായിട്ട് കിട്ടും. അധികം ബുദ്ധിമുട്ടി അധികം സമയം കഴിയാതെ കിട്ടും നമുക്ക്. ഒരു ഡൗട്ട് ചെയ്യട്ടെ, ഇത് ഓണർക്കാണോ കിട്ടുക അതോ നമ്മൾ കൃഷിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ആരുടെ പേരിലാണോ ആർ ടി സി എന്ന് പറഞ്ഞാൽ ആധാരം എഗ്രിമെന്റ് ആരുടെ പേരിൽ അവർക്കാ കിട്ടുക. അപ്പൊ നമ്മൾ എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മളെ പേർക്ക് മാറ്റാൻ പറ്റില്ല, നമുക്ക് കിട്ടൂല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ എന്ത് കൃഷിക്കാണ് ഇപ്പൊ നമ്മള് പട്ടുനൂല് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ തോട്ടം എടുക്കണമെങ്കിൽ അതിന് ഓണറോട് ആദ്യം പറയണം, പട്ടുനൂല് ചെയ്യാനാണ്, അതിൽ ഇത്ര സബ്സിഡി കിട്ടും, ആ സബ്സിഡി ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ അടുത്ത പാട്ടത്തില് ആ പൈസ കുറക്കണമെന്ന്. അപ്പൊ ഈ തോട്ടൊക്കെ എടുത്ത് ഇതിന് ഓണർ ഇതിന്റെ ടീമിൽ ഫസ്റ്റ് ഇത് ചെയ്ത ആൾക്കാർക്ക് ഇതിന്റെ 2 ലക്ഷം രൂപ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് അവര് ഓണർമാരെ കയ്യിൽ നിന്നാണ് അത് നമ്മള് സെക്കൻഡ് ഓണറാണ്. അപ്പോ ആ ഓണർ എങ്ങനെ, ഇപ്പൊ ഈ ലാൻഡിന്റെ ഓണർ എങ്ങനെ അതേപോലെ ഇരിക്കും. അവര് നല്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ സബ്സിഡി വാങ്ങിയിട്ട് നമുക്ക് തരും. പിന്നെ കറണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ അതാണ് ഇവിടുത്തെ കർണാടകയിൽ വന്ന് കൃഷി ചെയ്യാൻ. ഞാൻ മുമ്പ് അട്ടപ്പാടി ചെയ്തിരുന്നത്. അവിടെ ഒഴിവാക്കി ഇങ്ങോട്ട് പോരാനുള്ള പ്രധാന കാരണം ഇവിടെ ഇറിഗേഷൻ ചെയ്യാനുള്ള തോട്ടം നനക്കാനുള്ള കൃഷിക്ക് വേണ്ടിയുള്ള 3 ഫേസ് കണക്ഷന് അത് 100% ഫ്രീ ആണ്. നമ്മുടെ നാട്ടിലെ പോലെ സബ്സിഡിയോ അങ്ങനെയൊന്നുമില്ല, 100% ഫ്രീ. ഇവിടെ 3 ഫേസ് 7 മണിക്കൂർ ഉണ്ടാവുള്ളൂ, അത് 100% ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് സിംഗിൾ ഫേസ് വരും, അത് ഏകദേശം ഒരു 18 മണിക്കൂറുണ്ട്. ഒരു ദിവസത്തില് 24 മണിക്കൂറിൽ ഒരു 18 മണിക്കൂറേ നമുക്ക് ഫ്രീ ആയിട്ട് കറണ്ട് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അത് മതി, കാരണം ഇവിടെ രാത്രി ഫാന് വേണ്ട, തണുപ്പാണ്, എപ്പോഴും തണുപ്പാണ് നമുക്ക് ഉറങ്ങാൻ. പകലാണെങ്കിൽ നമുക്ക് വേണ്ട ആ കറണ്ടുള്ള സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഇപ്പൊ ഞാൻ ഒരു കൊല്ലമായിട്ട് എനിക്ക് ഇങ്ങനെ കറണ്ട് രാത്രി കുറച്ചു നേരം പോകുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. രാത്രിയല്ല പകലേ പോവുള്ളൂ, രാത്രി എപ്പോഴും കറണ്ട് ഉണ്ടാവും. അതേപോലെ സമ്മതേ, നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ വേറെ കർഷകർ ചെയ്തിട്ട് ഇത്ര പൈസ കിട്ടി അതൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ കൃഷിയിലേക്ക് ചാടി ഇറങ്ങുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ പച്ചക്കറി കൃഷിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നല്ല ലാഭം കിട്ടും, ചിലപ്പോൾ നമ്മൾ ഇറക്കിയ മുതൽ പോലും കിട്ടാതെ നമ്മൾ ട്രാക്ടറെ പൂട്ടി കളയേണ്ട അവസ്ഥ വരും. അപ്പോൾ അതൊന്നും കണ്ടിട്ട് കൃഷിക്ക് ഇറങ്ങരുത്. നമുക്ക് മാർക്കറ്റ് ഉണ്ടോ, നമുക്കത് ചെയ്താലേ കാശുണ്ടാക്കാൻ പറ്റുമോ, നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ടോ, അതെങ്ങനെ നല്ല കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ നോക്കി പഠിച്ചിട്ട് മാത്രം കൃഷിയിലേക്ക് ഇറങ്ങാം.